പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഓണസദ്യ ഒരുക്കി ഡിവൈഎഫ്ഐ മണ്ണടി മേഖലാ കമ്മിറ്റി. വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ എന്ന പേരിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോറ് വിതരണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഓണസദ്യ ആശുപത്രി വളപ്പിൽ ഒരുക്കിയത്. തിരുവോണ ദിവസം നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ തിരുവോണ സദ്യ നടക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് ഭക്ഷണ വിതരണത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പത്തനംതിട്ടയിലും ജനറൽ ആശുപത്രി ഇന്ന് തിരുവോണ ദിവസം നല്ല അടിപൊളി സദ്യ കൊടുക്കുന്നത്. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉൾപ്പെടെ ഈ ചോറൊക്കെ വിളമ്പ് നമ്മൾ കണ്ടു. നമുക്ക് ചോദിക്കാം, സഖാവേ, തിരുവോണ ദിവസവും ഡിവൈഎഫ്ഐയുടെ ഒരു പൊതിച്ചോറ് വിതരണം തുടരുകയാണല്ലേ? 7 വർഷമായി ആശുപത്രിയിൽ രോഗികൾക്കും അവരുടെ കൂടെയുള്ളവർക്കും പൊതിച്ചോറ് കൃത്യമായി DFIയുടെ ജില്ലാ കമ്മിറ്റി ഓരോ വില്ലേജ് കമ്മിറ്റികളായി അത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് തിരുവോണ നാളിൽ മണ്ണടി മേഖലാ കമ്മിറ്റിയാണ് ഇന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യേണ്ടത്. ഇന്നത് ഓണസദ്യയായി ഗംഭീര സദ്യയായി നടത്താൻ അവർ തീരുമാനിച്ചു. വിഭവസമൃദ്ധമായ സദ്യയായി ഇന്ന് മണ്ണടി മേഖലാ കമ്മിറ്റി ഇവിടെ ആശുപത്രിയിൽ ഉള്ളവർക്കും രോഗികൾക്കും കൂടിരിപ്പുകാർക്കും സദ്യ വിളമ്പുകയാണ്. ജില്ലാ സെക്രട്ടറി B. നിസാമോടെ ചെയ്യുന്നുണ്ട്. നിസാമേ, എന്താ ഈ തിരുവോണ ദിവസം സദ്യ കൊടുക്കാൻ അങ്ങ് തീരുമാനിച്ചത്? ഇന്ന് തിരുവോണ ദിവസമല്ലേ, കേരളത്തിലെ എല്ലാ മനുഷ്യരും സദ്യ കഴിക്കുന്ന ദിവസമാണ്. അപ്പോൾ പൊതിച്ചോറിൽ നിന്നും വ്യത്യസ്തമായി ഇന്നെല്ലാവരും സദ്യ കഴിക്കട്ടെ എന്ന് മണ്ണടി മേഖലാ കമ്മിറ്റി തീരുമാനിച്ചതാണ് ഇന്ന് സദ്യ വിളമ്പാനുണ്ടായ സാഹചര്യം. അടിപൊളി സദ്യ തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളെ കാണാൻ സാധിക്കും. നല്ല വിഭവങ്ങൾ തന്നെ, ഓണസദ്യയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ചേർത്താണ് ഈ ഓണസദ്യ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാർ മാത്രമല്ല, ആശുപത്രി ജീവനക്കാരൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാവുന്നുണ്ട്. സിസ്റ്ററെ, ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണം ഉണ്ട്, ഇന്നിപ്പോൾ സദ്യ, എന്താണ് പറയാനുള്ളത്? വളരെ നല്ല പദ്ധതിയാണ്. ഇവിടെ എല്ലാ ദിവസവും ഉണ്ടോ വിതരണം? ഉണ്ടോ ഇവിടെ? ഉണ്ട്. 7 വർഷമായിട്ട് തുടർച്ചയാണെന്ന് പറയുന്നത്. ഉണ്ട്, കണ്ടിട്ടുണ്ട്. 7 വർഷം തുടർച്ചയായി നടത്തുന്ന ഒരു ഒരു സദ്യ പൊതിച്ചോറുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇന്നിപ്പോൾ തിരുവോണ സദ്യ. ആശുപത്രി വന്നതാണോ? ഇത്തരം ഒരു കാര്യം പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ ആദ്യമായിട്ടാണ് ചാപ്പാട് വയ്ക്കുന്നത്. ഡിവൈക്ക് വളരെ നന്ദി, ഈ ചാപ്പാട് ഇങ്ങനെ കൊടുക്കുന്നത്. നല്ലൊരു പദ്ധതിയാണോ? നല്ല പദ്ധതിയാണ്. 7 വർഷമായിട്ടൊരു തുടർച്ചയായി നൽകുകയാണ്. നല്ല കാര്യമാണ്. അങ്ങനെ ആശുപത്രി ജീവനക്കാരുണ്ട്, ഇവിടെ എത്തിക്കുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോൾ ഈ സാമ്പാർ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ അടൂർ ഏരിയ സെക്രട്ടറി അല്ലേ, വിഷ്ണുവാണ്, ഏരിയ പ്രസിഡന്റ് വിഷ്ണു. നിങ്ങളുടെ മേഖലയിൽ നിന്നാണ് ഇവിടുന്ന് പൊതിച്ചോറ് വിതരണം. എന്താണ്? തീർച്ചയായും ഈ ദിവസം ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ DVFയുടെ മണ്ണടി മേഖലാ കമ്മിറ്റി തീരുമാനിച്ചത് ഈ തവണത്തെ ഓണം പത്തനംതിട്ടയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാരുടെ ഒപ്പം ഓണസദ്യ കഴിക്കാൻ വേണ്ടിയാണ്. അതിനോടൊപ്പം സഹകരിച്ച മുഴുവൻ ആളുകളെയും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾ പങ്കുചേരുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ആശുപത്രിയിൽ എത്തുന്ന ആളുകൾ. ഇപ്പം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചോളം, ഞാനും ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തി ഒരു ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കുകയാണ് പനിക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി. അവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന അങ്ങനെ നിരവധി ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് ഈ തിരുവോണ ദിവസവും. അവർക്കൊക്കെ ഒരു പക്ഷേ സമീപത്തെ ഹോട്ടലിലൊക്കെ ഇന്നത്തെ ദിവസം അടവാണ്. അപ്പോൾ ആശുപത്രിയിലായതുകൊണ്ട് ഒരു തിരുവോണ സദ്യ നഷ്ടമാകുന്നില്ല. അത് നല്ല രീതിയിൽ തന്നെ DYFI ഇവിടെ നൽകുന്നത് തീർച്ചയായും പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് ആശുപത്രിയിലെ മറ്റൊരു സ്റ്റാഫിനോട് കൂടി ഒന്ന് ചോദിക്കാവുന്നതാണ്. തിരുവോണ ദിവസത്തെ ഈ സദ്യയെപ്പറ്റി എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. ഡ്യൂട്ടിയിലായിരുന്നപ്പം വീട്ടിലെ ഓണസദ്യ മിസ് ചെയ്യുമെന്ന് വിചാരിച്ചു, മിസ് ചെയ്തില്ല. ഓണസദ്യ വളരെ സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഹാപ്പിയാണോ? ECGയിലെ സ്റ്റാഫാണ്. നമ്മുടെ കുട്ടികളാരെയാണ്? ആണല്ലേ? ഞാൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫാണ്. വളരെ സന്തോഷം. കുഞ്ഞിനെ ഒരുമിച്ച് ഉണ്ണാൻ പറ്റിയില്ലേ? ഒരുമിച്ച് ഉണ്ണാൻ പറ്റി. അല്ലാതെ ഒരുപക്ഷെ ഈ ഓണസദ്യ മിസ്സായേനെ. കുഞ്ഞിന്റെ പേരെന്തുവാ? പേര് പറഞ്ഞേ. ശിവപ്രിയ. ശിവപ്രിയ വളരെ ഗൗരവത്തിലെന്ന് തോന്നുന്നു അല്ലേ സദ്യ കഴിക്കുന്നത്? എന്നിട്ട് ശിവപ്രിയയ്ക്ക് എല്ലാം ഉണ്ട്. ഉപ്പേരി മാമൻ എടുത്തോട്ടെ? ഉപ്പേരി മാമൻ എടുക്കട്ടെ? മാമൻ അങ്ങ് എടുക്കുക. എന്തായാലും നല്ല ഒരു സന്തോഷമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് DYFI ഇവിടെ ഇന്ന് ഈ തിരുവോണ സദ്യ പത്തനംതിട്ട ജനറൽ ആശുപത്രി നൽകുമ്പോൾ. നമുക്കറിയാം, വയറെറിയുന്നവരുടെ മിഴി നനയാതിരിക്കാൻ DYFI തുടങ്ങുന്ന ഈ പ്രവൃത്തി സംസ്ഥാന വ്യാപകമായിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ തുടർച്ചയായി 7 വർഷമാണ് ഇത്തരൊരു പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. ജനറൽ ആശുപത്രിയിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു T. ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.